പക്ഷെ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം ഇരിക്കപ്പുറതി ഇല്ലാത്ത ഒരാളുണ്ട്, സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ നിരന്തരം ഇങ്ങനെ ബി.ജെ.പിയെ വിലക്കെടുത്തു രാജീവ് ചന്ദ്രശേഖർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരന്തരം, കാരണം ഇനി ബി.ജെ.പി വളരുമോ, ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോരണ്ടായിരുന്നു, കോൺഗ്രസിനെ മടുത്തുരി തിരിച്ചങ്ങോട്ടേക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തയിൽ വാര്യർ ഇങ്ങനെ അസ്വസ്ഥനായിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ ആ അസ്വസ്ഥത ഫേസ്ബുക്കിലൂടെയൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് രാജീവ് ചന്ദ്രശേഖർ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇണങ്ങിയും പിണങ്ങിയും നിൽക്കുന്നവരെയൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവർക്ക് മികച്ച പദവി നൽകിക്കൊണ്ട് തന്നെ, ഷോൺ ജോർജ്, PC ജോർജിനൊക്കെ മികച്ച പദവി നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവിന്റെ വരവും സന്ദീപിന്റെ ചൊറിച്ചിലും എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അല്ല, രാജീവ് വരുന്നത് തീർച്ചയായിട്ടും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഫേസ്, പുതിയ തലം നിർമ്മിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ബി.ജെ.പിക്കകത്ത് ബി.ജെ.പിയുടെ സ്ഥിരം രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവിട്ടിരുന്നത്. അതിനൊരു മാറ്റം വേണ്ടത് ആവശ്യമാണ് എന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയ സമയത്താണ് അവർ സ്ഥിരം രാഷ്ട്രീയ സ്വഭാവമില്ലാത്തതായ ഒരാളെ, ഒരു ബിസിനസ്സുകാരനെ ഈ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. സന്ദീപ് വാര്യർ പറയുന്ന ഒരു കാര്യം ശരിയാണ്, അദ്ദേഹം പണം കൊടുത്ത് പാർട്ടിയെ വാങ്ങി എന്ന് പറയുന്നു. അത് അദ്ദേഹം പറയുന്ന രീതിയിലല്ല മനസ്സിലാക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ബി.ജെ.പിയുടെ ഒരു കാഴ്ചപ്പാടാണ്, ഒരു പ്രൊഫഷണലിനെ കൊണ്ടുവന്നിരുത്തി ഇതിനെങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ തീർച്ചയായിട്ടും അതിന് പറ്റിയ ഒരു കക്ഷിയാണ് എന്ന് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം തിരിച്ചറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനാക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകണമെങ്കിൽ ഈ ഗ്രൂപ്പ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള നേതാക്കളും സഹകരിക്കേണ്ടത് ആവശ്യമാണ്. സഹകരിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇദ്ദേഹം അധികാരത്തിലേറി പിറ്റേ ദിവസം തന്നെ ബി.ജെ.പി ഭവന് തൊട്ട് മുന്നിലുള്ള എല്ലാ മതിലുകളിലും B.B. രാജേഷ് എന്ന് പറയുന്ന പാർട്ടിയുടെ തിരുവനന്തപുരത്തെ സമന്നതനായിട്ടുള്ള നേതാവിനെതിരെ പോസ്റ്റർ പ്രയോഗം നടത്തി. ആ പോസ്റ്ററിൽ അവർ പറഞ്ഞത് ഇയാൾ സാധാരണമായിട്ടുള്ള രീതിയിൽ സമ്പത്ത് രൂപീകരിച്ച ഒരാളാണ്, അല്ലെങ്കിൽ അമാസ് ചെയ്ത ഒരാളാണ്. ലാംബട്ട സ്കൂട്ടറുമായിട്ട് തിരുവനന്തപുരം നഗരത്തിലെത്തിയ രാജേഷ് ഇന്ന് 20 കോടിയിലധികം അസറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പാർട്ടിക്കകത്തുള്ള ആളുകൾ ഈ യുദ്ധത്തെ കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അതിൻ്റെ അകത്ത് ഇടപെടാതിരിക്കുകയും അതിനെ തണുപ്പിക്കുകയും എല്ലാവരെയും ഒരുമിച്ച് ചേർക്കാനായിട്ടുള്ള ശ്രമം തുടരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാനേജറിയൽ പ്രൊഫഷൻ, ആ പ്രൊഫഷണലിസം നല്ല രീതിയിൽ അദ്ദേഹം ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്താൽ അത് ബി.ജെ.പിക്ക് നേട്ടമുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് കൂടിയാകാം സന്ദീപ് വാര്യർ ഇപ്പോൾ ബി.ജെ.പിയെ കയറി നന്നായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ചൊറിച്ചിലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. സ്വാഭാവികമായിട്ടും ഞാൻ എന്തുകൊണ്ടാണ് പുറത്തു പോയത്, ഇന്ന കുഴപ്പങ്ങൾ ഇതിനുള്ളത് കൊണ്ടാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തത്രപ്പാട്, അത് മാത്രമായിട്ട് നമ്മളതിനെ കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. ഒരാൾ പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പലപ്പോഴും അവരെന്തുകൊണ്ട് പോകുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുണ്ടാകും. ആ ശ്രമം സന്ദീപ് തുടരുന്നു എന്ന് മാത്രമേ നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമുള്ളൂ. സന്ദീപിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ ഒറ്റപ്പാലത്ത് നിർത്തി അദ്ദേഹത്തെ MLA ആക്കിയെങ്കിൽ മാത്രമാണ് സന്ദീപ് എന്ന് പറയുന്ന മനുഷ്യൻ തിരഞ്ഞെടുത്ത വഴി രാഷ്ട്രീയ ഭാഗ്യത്തിൻ്റെ ഒരു വഴിയായിട്ട് മാറിത്തീരുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം നിർഭാഗ്യവാനും നിരാലംബനും നിരാശ്രയ ജീവിയൊക്കെ ആയിട്ട് അതിനകത്ത് ഇങ്ങനെ അലഞ്ഞുതിരിക്കുന്നതായിട്ട് കണക്കും. ഈ പാലയിൽ പാല കേട്ടിട്ടുണ്ടായിരിക്കും, അതിൽ ഇങ്ങനെ പറന്നേയിരിക്കുന്ന ആത്മാക്കളുണ്ട്. പാല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗതിയിൽ നടക്കുന്ന ആത്മാവിൻ്റെ ആ സ്ഥിതിയായിരിക്കും ചിലപ്പോൾ സന്ദീപന് ഉണ്ടാവാനായിട്ട് പോകുന്നത്. അങ്ങനെയാണ് 2 സാധ്യതയുണ്ട്. ഒന്ന് MLA കഴിഞ്ഞാൽ അദ്ദേഹം രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇതുമാരെ ഇരിപ്പിടമില്ലാത്ത ഒരു അലച്ചിലിന് അദ്ദേഹത്തിന് വിധേയമാണ്. പൊതുവെ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഈ രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിലേറിയതിനു ശേഷമുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കിയാൽ എവിടെയോ ഒരു നഷ്ടബോധം ഫീൽ ചെയ്യുന്നതായി നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ പോകണ്ടായിരുന്നു, രാജീവ് വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സ്ഥാനം കിട്ടിയേനെ, അതിനെ ഇങ്ങനെ പുറത്തു പറയാതിരിക്കാൻ, അത് കാണിക്കാതിരിക്കാനുള്ള വല്ലാത്ത ശ്രമത്തിലാണ് സന്ദീപ് വാര്യർ. ഈ സന്ദീപ് വാര്യരുടെ പോസ്റ്റിന്റെ താഴെയൊക്കെ പലരും ഇങ്ങനെ കമന്റുകൾ ഇടുന്ന കൂട്ടത്തിൽ ഒരു കമന്റ് വന്നത്,
ഇനി BJP-യിലേക്ക് കാലെടുത്ത് വച്ചാൽ ചാണക വെള്ളം ഒഴിച്ച് അടിച്ചു പുറത്താക്കുമെന്നുള്ളതാണ്. ഇവരെ വിളിക്കുന്നത് ചാണക സംഖ്യകളെന്നാണ് ഇവരെ അധിക്ഷേപിച്ച് പലരും വിളിക്കുന്നത്. ആ ചാണകത്തെ പോലും ഉപയോഗിച്ചുകൊണ്ട് സന്ദീപിനെ നേരിടും എന്നാണ് പലരും പറയുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ സന്ദീപിന് കുറ്റബോധം ഉണ്ടാവുമോ? പക്ഷേ അല്ല, സന്ദീപ് എന്തിനു പോയി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലാണ് സന്ദീപിന് നഷ്ടബോധം ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുക. സന്ദീപ് വലിയ എന്താണ് സിംഹാസനങ്ങൾ തേടിയാണ് പോയതെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടബോധം തീർച്ചയായിട്ടും ഉണ്ടാകും. അതല്ല, നേരത്തെ സുരേന്ദ്രനുമായിട്ടുള്ള വൈരാഗ്യം, അല്ലെങ്കിൽ അന്ന് സുരേന്ദ്രൻ നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള പാർട്ടിയുടെ മറ്റ് നേതാക്കളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വൈരാഗ്യം, അതൊക്കെ ആയിരിക്കാം അദ്ദേഹത്തെ പെട്ടെന്നൊരാവേശത്തിൽ എടുത്തു ചാടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയ നേതാക്കൾക്ക് അനുകൂലമായ അവസരങ്ങളുണ്ടാകും, പ്രതികൂലമായ അവസരങ്ങളുണ്ടാകും. പ്രതികൂലമായ അവസരങ്ങൾ വരുമ്പോൾ അവർ പതുക്കെ പമ്മിയിരിക്കുക. അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വരുന്ന സമയത്ത് അവരതിൻ്റെ അകത്ത് ആവേശത്തോട് ചാടി വീണ് കിട്ടാവുന്നതെല്ലാം നേടിയെടുക്കാനായിട്ട് ശ്രമം നടത്തുക. ഇതാണ് സാധാരണ നമ്മുടെ പൊളിറ്റീഷ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച. അങ്ങനെ അല്ലാതെ എതിർക്കുകയാണെങ്കിൽ എതിർപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒന്നിലെ പ്രത്യയശാസ്ത്രപരമായിരിക്കും. അപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങിയ സമയത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായി. ഞാൻ ഇതുവരെ ജോലി ചെയ്തിരുന്നത് വെറുപ്പിൻ്റെ വെപ്പുശാലയിലായിരുന്നു. എനിക്ക് അല്പം സ്നേഹം വേണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് ചാടിയത്. അങ്ങനെ സ്നേഹക്കടയിൽ ഓടിക്കയറിയ ഒരാളായിട്ടാണ് സന്ദീപ് വാര്യർ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് നിരാശ തോന്നാൻ പാടില്ല. കാരണം അദ്ദേഹം സ്നേഹം അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്നേഹം കിട്ടി എന്ന് കരുതി ആ കരുതലിൽ ജീവിക്കാൻ ബാധ്യസ്ഥനായിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ, പ്രകടനങ്ങൾ ഒക്കെ നോക്കുന്ന സമയത്ത് അവിടെ എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട് എന്ന് എല്ലാവരും കാണുന്നുണ്ട്. താൻ ചെയ്ത കാര്യം തനിക്ക് ഗുണകരമായി തീർന്നിട്ടില്ല, തനിക്ക് നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഫീൽ അദ്ദേഹത്തിന് ഉണ്ടാകാം. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ വന്ന സമയത്ത് സുരേന്ദ്രൻ ഒരിക്കലും മാറില്ല എന്നുള്ള വിശ്വാസത്തിലായിരിക്കാം അദ്ദേഹം എടുത്തിയാടിയത്. പക്ഷേ പകരം BJP-യുടെ കേന്ദ്ര നേതൃത്വം ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് രാജീവ് ചന്ദ്രശേഖരനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. ആ പരീക്ഷണത്തിൽ BJP വിജയിക്കുകയാണെങ്കിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള വഴി തെളിയും. അതല്ലെങ്കിൽ പഴയ അവസ്ഥ തന്നെയായിരിക്കും BJP-ക്ക് ഉണ്ടാകുന്നത്. പണ്ടത്തെ ശങ്കരൻ തെങ്ങത്തന്നെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടായിരിക്കും. ഏത് പാർട്ടിയും ഈ ഗ്രൂപ്പ് യുദ്ധമൊക്കെ നടത്തിയ ഒരു പാർട്ടിക്കൊന്നും നമ്മുടെ പുതിയ കാലത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. ഇപ്പോൾ CPM എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അവിടെ ഒറ്റ നേതാവിൻ്റെ പിന്നിൽ അത് അടിയുറച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിമർശിക്കാം, പക്ഷെ അവർക്ക് തളർച്ച ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളെയും നമ്മൾ ശക്തമായിട്ട് എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യും. പക്ഷെ അവർക്ക് പ്രശ്നമില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ അത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. BJP-യുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒറ്റക്കെട്ടല്ലായിരുന്നു എന്നുള്ളതാണ്. ശോഭയ്ക്കും കൂടി ഒരു പദവി കൊടുത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റം അല്ല, അത് ചെയ്തു നോക്കും. എന്താണെന്ന് വെച്ചാൽ ഒരു ശരിക്കും ശോഭ പ്രശ്നക്കാരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലാത്ത രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശോഭയെ എവിടെയെങ്കിലും കുടിയിരുത്തേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കുടിയിരുത്തുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പൊസിഷൻ കൊടുത്ത് കുടിയിരുത്തിയാൽ അത് പാർട്ടിക്ക് നല്ലത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും സംതൃപ്തരാകുമ്പോൾ മാത്രമാണ് ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സജീവമായി പ്രവർത്തിക്കാനായിട്ട് എഫിഷ്യൻ്റ് ആവുകയുള്ളൂ, കാര്യക്ഷമമാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വഴക്കുണ്ടാക്കുന്ന ആളുകൾ അവരുടെ അസംതൃപ്തിയെ അത് പരിഹരിക്കാനായിട്ടുള്ള സംവിധാനം തീർച്ചയായിട്ടും നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ശോഭയെ നല്ല രീതിയിൽ ഒരു പൊസിഷൻ കൊടുത്ത് ഇതിൻ്റെ ഭാഗമാക്കുകയും ഇതിൻ്റെ ആവേശമാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നതായിരിക്കും ചന്ദ്രശേഖരന് നല്ലതെന്ന് എനിക്ക് തോന്നാം.